ഹായ്, ഹലോ, നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് കാനഡയിലെ ബാങ്കിങ് സെക്ടറിനെ പറ്റിയാണ്. അപ്പം ബാങ്കിങ് സെക്ടറിലെ ജോലികൾ, സാധ്യതകൾ എന്ന വിഷയത്തെ പറ്റിയാണ്. അപ്പം നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ ബികോമും അതുപോലെ തന്നെ എക്കണോമിക്സ് ഒക്കെ പഠിച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വരികയും ഫീൽഡ് ഔട്ടായി പോയി ഒരുപാട് ഇതര മേഖലകളിൽ ജോലി ചെയ്ത് അവരുടെ കരിയർ നശിപ്പിക്കുന്നതായിട്ടും നഷ്ടപ്പെടുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മുടേതായിട്ടുള്ള ചെറിയ ഇൻഫർമേഷൻ സീക്കിങ് സെഷൻ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമുക്ക് കാനഡിയൻ ബാങ്കിങ് സെക്ടറിലെ ജോലികളെ പറ്റി ഒരു ഇൻസൈറ്റ് കിട്ടി. അതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വെച്ചു. ഒന്നാമത്തെ കാര്യം, കാനഡിയൻ ബാങ്കിങ് സെക്ടറിലെ ജോലികൾ എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന്, നമ്മൾ ഉദാഹരണം നിങ്ങളിപ്പോൾ ഒരു ബാങ്കിലേക്ക് ചെല്ലുകയാണ്. ബാങ്കിൽ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് ടില്ലിലിരിക്കുന്ന കുറച്ച് ആളുകളെയാണ്. അതായത് ഇപ്പോൾ ഒരു 3-4-5 ടില്ലുകൾ കാണും. അവിടെ കമ്പ്യൂട്ടർ, ക്യാഷ് ട്രാൻസാക്ഷൻസ്, ചെക്ക് ഡിപ്പോസിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇതിന് ബാക്ക് എൻഡ് ഒരു സൈഡുണ്ട്, ബാക്ക് എൻഡ് ഓപ്പറേഷൻസ്. അവർ മോർഗേജ് ആപ്ലിക്കേഷൻസ്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരവിടെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഡിഫറൻസ് അതിനിടയ്ക്കുണ്ട്. അപ്പം ഈ ടില്ലിലിരിക്കുന്ന ബാങ്ക് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ജോയിൻ ചെയ്യുന്നത് ഒരു കസ്റ്റമർ സർവീസ് പെർസ്പെക്റ്റീവാണ്. അപ്പം കസ്റ്റമർ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഈ ജോബ്സിൽ, അതായത് ഫ്രണ്ട് ഡെസ്ക് ജോബ്സിൽ എത്തിപ്പെടുവാനായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അവരുടെ പേ എന്ന് പറയുന്നത് ആ, ആ, വലിയ ഒരു ബെറ്റർ പേ എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി ലോവറാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എന്താ പറയുക, അപ്പോൾ എൻ്റെ തന്നെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കോവർക്കർ ഇതുപോലെ തന്നെ പുള്ളിക്കാർ വാൾമാർട്ടിൻ്റെ എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാൻ ബാങ്ക് വെച്ച് കണ്ടു. അപ്പോൾ അവർ കസ്റ്റമർ സർവീസ് ബേസിസിലാണ് അവർക്ക് ആ ജോലി കിട്ടിയത്. അപ്പം ഫ്രണ്ട് ഡെസ്ക് ബാങ്കിങ് ജോലികൾക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് ബാക്ക്ഗ്രൗണ്ട് മതി. പിന്നെ ബാക്ക് എൻഡ് ഓപ്പറേഷനിലാണ് നിങ്ങൾക്ക് കൂടുതൽ സ്കിൽ സെറ്റ്, എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കേഷൻസ്, കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പം നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമായിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പം സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഈ ഫ്രണ്ട് ഡെസ്ക് ജോബിൻ്റെയും ബാക്ക് എൻഡ് ഓപ്പറേഷൻ്റെയും കാര്യം. അദ്ദേഹം ബാക്ക് എൻഡ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം പറഞ്ഞു അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലൈസൻസുകളുണ്ട്, അതിൻ്റെ കുറച്ച് പരീക്ഷകളുണ്ട്. അപ്പോൾ നിങ്ങൾ പല രീതികളിൽ ബാങ്ക് ഹയർ ചെയ്യാറുണ്ട് ആ പൊസിഷനിലേക്ക്. അപ്പം അതായത് നിങ്ങൾ ഓൾറെഡി അവിടെ ഒരു കസ്റ്റമർ സർവീസ് എംപ്ലോയി ആണെങ്കിൽ, നിങ്ങൾ അതിനുള്ള ആപ്റ്റായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, ബാങ്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ആ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള, നിങ്ങൾ ഓൾറെഡി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ അപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയും ആ ജോലിയിൽ എത്തപ്പെടാം. അപ്പം ഞാനീ സംസാരിച്ച ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം ഒരു റെഫ്യൂജി ആയിട്ട്, അതായത് ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് നിന്ന് ഒരു റെഫ്യൂജി ആയിട്ട് ഇവിടെ വന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം 10 വർഷത്തോളം ബാങ്കിങ് മേഖലയിൽ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കിലേക്ക് കടന്നു ചെല്ലുന്നു. അവരോട് ചോദിക്കുന്നു, കൂടെ ജോലി ഉണ്ടെന്ന് ചോദിക്കുന്നു. റെസ്യൂമെ തന്നെ കൊണ്ടുവരാൻ പറയുന്നു. റെസ്യൂമെ സബ്മിറ്റ് ചെയ്യുന്നു. അവരത് അസസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ജോലി കൊടുക്കുകയാണ്. അപ്പം ചില ബാങ്കുകൾ നിങ്ങൾ ഓൾറെഡി ഈ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹയർ ചെയ്യുന്ന ചില ബാങ്കുകൾ, അതിനകത്ത് ഇദ്ദേഹം വർക്ക് ചെയ്ത ബാങ്ക് അദ്ദേഹത്തിന് ജോലി ആദ്യം കൊടുത്തു. അതിനുശേഷം ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്തു. അതായത് ഒരു ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പരീക്ഷകൾ പാസ്സാകണം എന്ന്. അപ്പം അതിനുള്ള സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും ബാങ്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ പരീക്ഷകൾ പാസ്സായി അദ്ദേഹം അവിടെ ജോലി കയറുകയായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ജോബ് സെക്യൂർ ചെയ്ത റൂട്ടാണ്, ഒരു പാത്വേ ആണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ വിദ്യാർത്ഥികളുടെ തന്നെയും ഈ ബാങ്കിങ് സെക്ടറിലെ ഫിനാൻഷ്യൽ സെക്ടറിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ കഴിവും എഡ്യൂക്കേഷനും ഉള്ള ആൾക്കാർക്ക്, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാം. ഇത് അത്ര കംപ്രസമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അല്ല എന്നാണ് ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യാൻ എത്തപ്പെടുക എന്ന് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇച്ചിരി സ്ട്രെസ്സുള്ള ജോലിയാണ്. നിങ്ങൾക്ക് ടാർഗറ്റ്സ് കാണും, പക്ഷേ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് ചെക്കുകൾ,
പേയ്മെൻറ്റ്സ്, ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടുത്തെ കനേഡിയൻ ബാങ്ക് സെക്ടറിലെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു മോർഗേജ് അഡ്വൈസറായിട്ടാണ് നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ടാർഗറ്റ് അപ്രൂവ് ചെയ്യുമോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടും. നല്ലൊരു ഒരു 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 കോർപ്പസ്, ഒരു എമൗണ്ട് നിങ്ങൾക്ക് വർഷാവസാനം കിട്ടുകയും ചെയ്യും. അപ്പം അവരുടെ ബേസിക് സാലറി ഒരു 20 to 30 ആണെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും പെർഫോമൻസ് ബേസ്ഡ് വരുമ്പോൾ അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ തന്നെ കനേഡിയൻ ബാങ്കുകളുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് കനേഡിയൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 or 6 ബാങ്കുകളാണ് പ്രധാന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകളെല്ലാം തന്നെ വളരെയധികം സേഫസ്റ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക്. കാര്യം അവരുടെ പോളിസിയുടെ, അവരുടെ സ്ട്രക്ചറുടെ, അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം എന്താ പറയുക, സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ കനേഡിയൻ ബാങ്കിങ് മേഖലയിൽ ഒരു ജോലി സെക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഗോളായി സെറ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർ നമ്മളെ സമീപിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ നമ്മളുമായിട്ടും പങ്കുവയ്ക്കുക. മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പം ഇങ്ങനെയാണ് ബാങ്കിലെ 2 കാര്യങ്ങൾ, അതായത് ഫ്രണ്ട് എൻഡ് ജോബുകളും ബാക്ക് എൻഡ് ഓപ്പറേഷൻസും. പിന്നെ പഠിക്കേണ്ട സർട്ടിഫിക്കേഷൻസ്, കിട്ടേണ്ട കാര്യങ്ങൾ, എന്തിനെ പറ്റിയെങ്കിലും അറിയേണ്ടവരുണ്ടെങ്കിൽ ദയവായി നമ്മളോട് സമീപിക്കുക. നമ്മൾ ആ ഇൻഫർമേഷൻ പങ്കുവയ്ക്കുന്നതാണ്. താങ്ക് യു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇത് ജസ്റ്റ് ഒരു പ്രിലിമിനറി ഇൻസൈറ്റ് മാത്രമാണ് നമ്മൾ ഇതിനകത്തൂടെ, ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് ഇങ്ങനെയും സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരുപാട് അറിയാത്ത, അല്ലെങ്കിൽ ഇനിയും അറിയേണ്ട, ഇനിയും അന്വേഷിച്ചറിയേണ്ടതായിട്ടുള്ള ബാക്ക് എൻഡ് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ യൂസേഴ്സിന് ആവശ്യമെങ്കിൽ നമ്മളതും അന്വേഷിച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.